ഇന്നത്തെ നമ്മുടെ കറി എന്താണെന്നറിയോ? നമുക്കൊരു കഷ്ണം കാച്ചിൽ കിട്ടിയില്ലായിരുന്നു. ആ കാച്ചിൽ വെച്ച് ഒരു കഷ്ണം പുഴുങ്ങി തിന്നു, ഒരു കഷ്ണം എടുത്ത് ഇന്ന് നമ്മൾ കറി വയ്ക്കും. പണ്ടൊക്കെ നമ്മുടെ അമ്മമാരുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയാണിത് കേട്ടോ. പച്ചത്തേങ്ങ അരച്ച് ഉള്ളൊരു കറിയാണ്, തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഇതാ മുറിച്ച് അടുപ്പത്താദ്യം വെക്കാം. കണ്ടോ, ഇതങ്ങ് മാറ്റിയേക്കാം. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വായോ. ഇതാ ആദ്യം തന്നെ ഒരു കഷ്ണം കാച്ചിൽ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു തേങ്ങ അരപ്പ, അത് കാണിച്ചു തരാം കേട്ടോ. നല്ല വയലറ്റ് കാച്ചിലാണ് കേട്ടോ. നമ്മുടെ കാച്ചിലൊക്കെ അരിഞ്ഞ് കഴുകിക്കൊണ്ടുവന്നു. കാച്ചിൽ അല്ലെ കാവിത്ത്, അന്നന, കണ്ടിക്കിഴങ്ങ് എന്നൊക്കെ പേരുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതാ എടുത്തൊരു ചട്ടിയിലോട്ടിട്ടു. കുറച്ച് വെള്ളം ഒഴിച്ച് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ ചേർക്കുന്നത് ഇതാ കുറച്ച് ചെറിയുള്ളി, എരിവിന് പാകത്തിന് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് കല്ലുപ്പ്. ഇനി ഇത് നന്നായിട്ടങ്ങ് വെന്തോട്ടെ. സ്റ്റൗവൊക്കെ ഓൺ ചെയ്യാം, മൂടി വെച്ച് വേവിക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 4 ചെറിയുള്ളി, ഒരു പിഞ്ച് പെരുംജീരകം, ഒരു സ്പൂൺ, ചെറിയ സ്പൂൺ 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്തങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് വരും. നമ്മുടെ കാച്ചിലൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ, നോക്കിയേ. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാവേ. തീയൊക്കെ അങ്ങ് കുറച്ച് വെച്ചേക്കണേ. കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്കിതിനകത്തൊരു കടുക് വറുത്തിടണം. ഇതാ പാൻ അടുപ്പ വെച്ചിട്ടുണ്ട്, നല്ലപോലെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായപ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ കടുകും പൊട്ടി, ഈ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ടു. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി കാച്ചിൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. പണ്ട് കാലത്ത് കഴിച്ച ഓർമ്മയുണ്ടോ എന്നും കൂടെ ഒന്ന് പറയണേ. അപ്പം ഞാൻ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഈ ഒരു നോമ്പ് കാലത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു കറികളൊക്കെ ഇങ്ങനെ നമുക്ക് പരീക്ഷിക്കാനൊക്കെ തോന്നും അല്ലേ. ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇറച്ചി മീനിലേക്കൊക്കെ വരും. അപ്പം ഈ നാടൻ കറികൾ തന്നെയുള്ളൂ എന്ന് വിചാരിക്കുന്നവരോടൊക്കെ കുറച്ച് ദിവസം കൂടെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഇറച്ചിയിലേക്കും മീനിലേക്കും ഒക്കെ അങ്ങോട്ട് പോകാം അല്ലേ. അപ്പം ഈ കറികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.